സിപിഐഎമ്മിന്റെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ തുടങ്ങുന്നത് 3 മാസത്തെ ഇടവേളയ്ക്കിടെ നടക്കേണ്ട യോഗം സാധാരണയിൽ നിന്ന് വിഭിന്നമായി വിളിച്ചു ചേർക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് തോൽവി താഴെത്തട്ടിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും. നോബിൾ മാരിക്കാരനോട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് നോബിൾ. ഒരു അസാധാരണമായ പ്രതിസന്ധിയിലൂടെ പാർട്ടി കടന്നുപോകുന്നു, ഇതുവരെ കാണാത്ത രീതിയിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇന്ന് തുടക്കമാവുകയാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ശ്രുതി ഷിഹാസ്. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നിപ്പോൾ നടക്കുമ്പോൾ നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ നേതാക്കൾ വലിയ കലാപം പാർട്ടിക്ക് ഉണ്ടാക്കുന്ന സമയമാണ് എന്ന് വേണം പറയാം. പ്രത്യേകിച്ച് ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംസാരം അത് വലിയ തരത്തിൽ നേരത്തെ പ്രധാനമായും ഈ എം വി ഗോവിന്ദൻ അടക്കമെടുത്തുള്ള ആളുകൾ എടുത്ത നിലപാടിന് തികച്ചും വിഭിന്നമായിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തിയ യോഗമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് അവലോകനം അടക്കം യോഗത്തിൽ ഉണ്ടാകും. പ്രധാനമായും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയായിരിക്കും പ്രധാന ചർച്ച എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്ത് അധികാരത്തിലുള്ള പാർട്ടിയായിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്ത് ഏക അധികാരത്തിലുള്ള പാർട്ടിയും ഏക അധികാരമുള്ള സംസ്ഥാനവും കേരളമായിരുന്നു. ആ സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനവിരുദ്ധ വികാരം എതിരായിട്ട് പോലും അതാണ് വലിയ പരാജയത്തിലേക്ക് പോയത് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മറികടക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ PBയിൽ പ്രധാനമായും ചർച്ചയാവുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേതാക്കൾക്കിടയിൽ തുടരുന്ന അസ്വാരസ്യം അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നൽകിയ റിപ്പോർട്ട് പൂർണ്ണമായും PB അംഗീകരിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു തുടർ ചർച്ചകൾ എന്താണെങ്കിലും ഉണ്ടാകും. ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ എതിർവികാരം പിണറായി വിജയൻ അടക്കമുള്ള ആൾക്ക് നേതൃത്വത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന എതിർവികാരം ഏത് തരത്തിലായിരിക്കും CC ചർച്ചയിലേക്ക് വരാൻ പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. വിമർശനങ്ങൾക്കടക്കം സാധ്യത ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഒരു ഘട്ടത്തിൽ നേതാക്കൾ അത് കൃത്യമായി തന്നെ സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ CC യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായി തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയം അടക്കം ചർച്ച ചെയ്യും. അതിനകത്ത് കൃത്യമായി തന്നെ വിമർശനങ്ങൾ നേതൃത്വം പ്രത്യേകിച്ച് MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഏറ്റുവാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വ്യക്തമാണ്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.